ബി.ജെ.പി കൗൺസിലർ ആർ സുഗതന് വേണ്ടിയിട്ട് തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്ര പി അരുണിമ നടത്തിയ കൈക്രിയ, വഴിവിട്ട കൈക്രിയ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അവർക്ക് സസ്പെൻഷനും ലഭിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് ഇത്തരത്തിലുള്ളൊരു സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് മന്ത്രിയുടെ പോലും നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് സുഗതന് വേണ്ടിയിട്ട് അനുകൂല ഒരു നിലപാടെടുക്കാൻ ചിത്ര പി അരുണിമയ്ക്ക് തോന്നിയത്? ആരാണ് അവരെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ളൊരു ചോദ്യം. അതുകൊണ്ടാണ് മറ്റൊരു ചോദ്യം കൂടി അവിടെ പ്രസക്തമാകുന്നത്. എന്താണ് ചിത്ര പി അരുണിമയും ആർ സുഗതനും തമ്മിലുള്ള ബന്ധം? ചിത്ര പി അരുണിമ KS ഉദ്യോഗസ്ഥയാണ്. KS എന്ന് പറയുന്നത് നമുക്കറിയാം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നുള്ളതാണ്. അപ്പം അത് തുടങ്ങിയിട്ട് അധികാലമായില്ലെന്നുള്ള അറിയാല. അതിലാദ്യത്തെ അതെ, അച്ചടക്ക നടപടി നേരിടുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം ഇവരെന്തിനാണ് സുഗതനെ വഴിവിട്ട് പിന്തുണച്ചതെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം സുഗതൻ ആരാണ്? സുഗതൻ കാപ്പ ചുമത്തപ്പെട്ട ഒരു പ്രതിയാണ്. അയാൾ ജയിലിലാണ്. കാപ്പ ചുമത്തപ്പെട്ട ഒരു പ്രതിക്ക് വേണ്ടി ഇത്ര കരുതലോടുകൂടി KS ഉദ്യോഗസ്ഥ പ്രവർത്തിച്ചത് എന്തിൻ്റെ പേരിൽ? അവിടെയാണ് ഈ വഴിവിട്ട രാഷ്ട്രീയത്തെ നമ്മൾ കാണേണ്ടത്. RSSും അതേപോലെ BJPയും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള ഒരു വോട്ടാണ് സുഗതൻ്റേത്. ഇത്രമാത്രം പ്രാധാന്യം ആ വോട്ടിനില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ രാജേഷ് ഈ പണിക്ക് നിൽക്കില്ലായിരുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇത് ഭാവിയിൽ പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല. കാപ്പ ചുമത്തപ്പെട്ട ക്രിമിനൽ, അദ്ദേഹം BJPയുടെ കൗൺസിലറായിരിക്കുന്നത് തന്നെ BJPക്ക് നാണക്കേടാണ്. അത്തരത്തിലുള്ളൊരു കൗൺസിലറെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് RSSൻ്റെയും BJPയുടെയും പുറത്തെ സ്വാധീനം ഉപയോഗിച്ച് ചിത്ര പി അരുണിമ എന്ന KS ഉദ്യോഗസ്ഥയെ സ്വാധീനിച്ച് അവരെ കൊണ്ട് അനുകൂലമായിട്ടുള്ള കുറിപ്പ് എഴുതിപ്പിച്ച്, നോട്ട്, സർക്കാർ കുറിപ്പാണ് അത് ശരിക്കും, അതെഴുതി അയാൾക്ക് ജാമ്യം അനുവദിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഇവർക്കെതിരെ ഉള്ള പ്രധാനപ്പെട്ട കുറ്റം. സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അണ്ടർ സെക്രട്ടറി പ്രവർത്തിച്ചാൽ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത്? അദ്ദേഹം മാതൃകാപരമായ ഒരു ശിക്ഷിക്കണം. മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ഉള്ള നിർദ്ദേശം KM ഷാജി എന്ന് പറയുന്ന മന്ത്രി മുന്നോട്ട് വെച്ച സമയത്ത് IAS ഉദ്യോഗസ്ഥരും KS ഉദ്യോഗസ്ഥരും അതിനെ അതിശക്തമായിട്ട് എതിർത്ത സമയത്ത് ആ സമ്മർദ്ദത്തെ മുഴുവനും മറികടന്നുകൊണ്ടാണ് ഷാജി നിർബന്ധപൂർവ്വം പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനാവില്ല, അവരെ മാതൃകാപരമായി ശിക്ഷിച്ചേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ ഒരു പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹം കുരിശിൽ തൂങ്ങുകയാണ് ചെയ്യുന്നത്. എന്നെ നിങ്ങൾ വിജയിപ്പിച്ചാൽ, ഞാൻ മന്ത്രിയായാൽ ഞാൻ തീർച്ചയായിട്ടും PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് കടലിലെറിയും എന്ന് പറഞ്ഞിരുന്ന് ആ മനുഷ്യന് അതിന് നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് BJPയുടെ ഒരു കൗൺസിലറെ സംരക്ഷിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ട് തൻ്റെ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി കുറിപ്പെഴുതിയിരിക്കുന്നു എന്ന് പറയുന്ന അടുത്ത കുരിശ് കയറി വരുന്നു. ഈ രണ്ട് കുരിശും കെട്ടിപ്പിടിച്ചാൽ KM ഷാജിക്ക് പിന്നെ ഭാവിയില്ല എന്നുറപ്പായതിൻ്റെ പേരിൽ ഷാജി പറഞ്ഞു, ഇക്കാര്യത്തിൽ ഞാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. കാരണം ഇത് എൻ്റെ തലയിൽ മാത്രം വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥയെ മാതൃകാപരമായി ശിക്ഷിച്ചേ പറ്റൂ. അങ്ങനെയാണ് അവർക്ക് സസ്പെൻഷൻ കൊടുത്തത്. ഇവിടെ സുഗതനെ എങ്ങനെയാണ് പിടിച്ചത് എന്ന് നമുക്കറിയാം. ആകാശത്ത് വെടിപൊട്ടിച്ചിട്ടൊക്കെ വലിയ ആരവങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള പിടുത്തമായിരുന്നു. പക്ഷെ പിടിച്ചിട്ട് ജയിലിലാക്കിയെങ്കിലും പുറത്തെങ്ങനെയാണോ അദ്ദേഹം ജീവിച്ചിരുന്നത്, എന്തൊക്കെ സൗകര്യങ്ങളോട് കൂടിയിട്ടായിരുന്നു വിരഹിച്ചിരുന്നത്, അതേ സുഖ സൗകര്യങ്ങളാണ് ജയിലിലും കിട്ടുന്നത്. അദ്ദേഹത്തിന് നമ്മളത് കണ്ടതാണല്ലോ മാഷെ. അപ്പോൾ സുഗതൻ BJPക്ക് മാത്രമാണോ വിലപ്പെട്ടത്? അല്ല, ആ ചോദ്യമാണ് ഷാജിയുടെ മുമ്പിലും ഉയർന്നു വന്നത്. BJPക്ക് പ്രിയപ്പെട്ട ഈ കൗൺസിലറെ
എത്ര കരുതലോടുകൂടിയാണ് ഷാജിയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്ന ചോദ്യം ഷാജിക്ക് നേരെ ഉയർന്നു. അതോടൊപ്പം തന്നെ ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട്, രമേശ് ചെന്നിത്തല എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതേപോലെയുള്ള സമീപനമാണോ ഉള്ളത്? അയാളെ സഹായിക്കുന്ന സമീപനം. സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ജയിലിൽ ഒരുക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഈ കാര്യത്തിലും ഉപദേശം കൊടുത്തിട്ടുണ്ട്. ജയിൽ വകുപ്പിൻ്റെ ഉപദേശമുണ്ട്. ആ ഉപദേശം എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള ഉപദേശമാണ്. അങ്ങനെ ആഭ്യന്തര വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഒരുമിച്ച് ചേർന്ന് സൂദനെ സംരക്ഷിക്കുകയും സൂദന് 6 മാസക്കാലം അവധി അനുവദിക്കാനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനും അങ്ങനെ സമർപ്പിച്ച അപേക്ഷയുടെ പുറത്ത് അവധി അനുവദിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇതിൻ്റെ പ്രശ്നം ഇപ്പോൾ സൂദന് 6 മാസം അവധി അനുവദിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഈ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം വരും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. BJPക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷവും അതുപോലെ കോൺഗ്രസും കൂടി ഒരുമിച്ച് ചേർന്ന് നീക്കമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഭരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കൗൺസിലർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നൊരു സാഹചര്യം വന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സാധ്യത ഇനി BJPക്ക് അവിടെ ഇല്ല. എന്തായാലും അത് വലിയൊരു അടിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അവരുടെ ഒരു പ്രശ്നമാണ്. സുഗതനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് BJPയുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ദൗത്യം കൂടിയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ദൗത്യമാണ്. BJPയുടെ രാഷ്ട്രീയ ദൗത്യത്തിന് മുസ്ലിം ലീഗും കോൺഗ്രസും സഹായിച്ചാൽ CPM എന്ത് പറയും? അതാ മറ്റൊരു ഡീൽ എന്ന് പറയും. ഡീലുകളെ കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ കഴിഞ്ഞു പിടിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയം അത്ര വെടിപ്പല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരെല്ലാം പല കാര്യങ്ങളിലും ഡീല് നടത്തുന്നവരാണ്. എതിർപ്പ് പ്രകടനങ്ങൾ, മെലോഡ്രാമകൾ അതൊക്കെ ജനങ്ങളുടെ മുന്നിൽ കാണിക്കാനുള്ളത് മാത്രമാണ്. ഇവർ തമ്മിലുള്ള കൂട്ടുകച്ചവടങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അതിൻ്റെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ആ കൂട്ടുകച്ചവടത്തിൻ്റെ ഒരു ഭാഗമാണ് ആഭ്യന്തര വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഒരു കാപ്പ പ്രതിയായിട്ടുള്ള ക്രിമിനലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നുവെച്ചാൽ മുസ്ലിം ലീഗും കോൺഗ്രസും BJPയും തമ്മിൽ നടത്തിയ ഒരു ഡീലാണ്. ആ ഡീലിനെ കുറിച്ച് സംസാരിക്കാൻ നടക്കുന്നവരായിരിക്കും CPM ആയിരിക്കും. പക്ഷേ അവരും ഇതേപോലെ പല കാര്യങ്ങളിലും പരസ്പരം സഹായിക്കുന്ന സംഘങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് അതായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ കോൺഗ്രസ്സുകാർ പറയും BJPയും CPM തമ്മിലുള്ള ഡീലാണെന്ന് പറയും. BJP പറയും അത് കോൺഗ്രസും CPM തമ്മിലുള്ള ഡീലാണ് എന്ന് പറയും. CPMകാർ പറയും അത് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീലാണെന്ന്. നമ്മളിതൊക്കെ കേട്ട് അവശരായിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ആദ്യമായിട്ടാണ് ഒരു KS ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ ലഭിക്കുന്നത്. ഈ അരുണിമ, ചിത്ര P അരുണിമ, അവർ യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദമോ അല്ലെങ്കിൽ ഭീഷണിയോ നേരിട്ടിട്ടുണ്ടാകുമോ? അല്ല, രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് അവരത് ചെയ്തിട്ടുണ്ട്. അതോ സുഗതൻ തന്നെ ആളായിരിക്കുമോ അരുണിമ? അതെ, രാഷ്ട്രീയ സമ്മർദ്ദം മാത്രമല്ല, അവര് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരിയാണെങ്കിൽ എല്ലാവരും രാഷ്ട്രീയക്കാരാണല്ല. ഉദ്യോഗസ്ഥയായിട്ടിരിക്കും എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ലെന്ന് അവർക്ക് പറയാം. എങ്കിൽ പോലും അവർ വളരെ കൃത്യമായിട്ട് RSSന്റെ പദ്ധതി ആസൂത്രിതമായി നടപ്പിലാക്കിയൊരു ഉദ്യോഗസ്ഥ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആദ്യമായിട്ട് ഇത്തരത്തിൽ ഒരു സസ്പെൻഷൻ വാങ്ങി വെക്കേണ്ടി വന്നിരിക്കുന്നത്. സസ്പെൻഷൻ മാത്രമാണ്, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അവരുടെ സർവീസ് പുസ്തകത്തിനകത്ത് ചുവന്ന രേഖയിൽ രേഖപ്പെടുത്തപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. മറ്റത് സാർവത്രികമായിട്ടുള്ള കളികളാണല്ലോ എല്ലായിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ വലിയ ഒരു ദീർഘകാല ചർച്ചയ്ക്ക് പ്രസക്തിയൊന്നുമില്ല. അത് അവസാനിച്ചു ഇപ്പോഴും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. സുഗതന്റെ ഭാവി എന്താണ്? സുഗതന്റെ ഭാവി യഥാർത്ഥത്തിൽ കോടതിയിലാണല്ലോ തീരുമാനിക്കപ്പെടുക. ഇപ്പൊ തടങ്കലിലാണ്. ഇപ്പൊ തടങ്കലിലാണ്. കോടതി എന്ത് ചെയ്യും, എന്ത് തീരുമാനം എടുക്കും എന്നതിൻ്റെ അടി. പക്ഷെ എനിക്ക് മനസ്സിലാക്കിയാൽ മാത്രമാണ് അയാൾ അയോഗ്യനാക്കപ്പെടുക. കാപ്പ പ്രതിയായിട്ടുള്ള ഒരാള് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, അയാൾ ഒരു BJP കൗൺസിലർ ആകുന്നു, എന്നിട്ട് അങ്ങനെ ഒരാളെ
പിന്തുണയ്ക്കാനും ന്യായീകരിക്കാനും പോലും ഇവിടെ കുറെ അധികം ആളുകളുണ്ട് എന്ന് പറയുന്നത് എന്തൊരു അപമാനകരമാണ്. പക്ഷെ അല്ല, മനുഷ്യനെ തിരിച്ചറിയുന്നില്ല. ഇവന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ പാർട്ടി, ആ പാർട്ടി എന്ത് വൃത്തികേട് ചെയ്താലും അവനെ ന്യായീകരിക്കും. ആരാ സുഗതനെ ന്യായീകരിക്കാൻ നടക്കുന്നത്? RSSും BJPക്കാരുമാണ്. ഇതേ ഒരു പ്രതിയായിട്ട് CPMന്റെ ഒരാളുണ്ടായിരുന്നെങ്കിൽ CPMകാർ അവനെ ന്യായീകരിക്കും, കോൺഗ്രസ്സുകാരാണെങ്കിൽ കോൺഗ്രസ്സുകാരനെ ന്യായീകരിക്കും, മുസ്ലിം ലീഗാണെങ്കിൽ മുസ്ലിം ലീഗ് ന്യായീകരിക്കും. അതല്ലാണ്ട് ഇവനെ ഒരു ക്രിമിനലാണെന്ന് പറയാനുള്ള ഒരു നട്ടലും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ക്രിമിനലുകളെ ചുമന്നിട്ട് നടക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിന് വലിയ ഒരു ശക്തിയും ഊർജവും ഒക്കെ ലഭിക്കുന്നതിനുണ്ട്. ഗുണ്ടയുടെ, ക്രിമിനലിൻ്റെ ശക്തി കിട്ടാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ കയ്യിലുള്ള അവരുടെ ക്രിമിനലിനെ ക്രിമിനലാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാറില്ല. അവരൊക്കെ പറയുന്നത് ഇവനും ക്രിമിനലൊന്നുമല്ല, അവനെ ഇങ്ങനെ ആരോപിച്ചാക്കിയതാണ് എന്ന് മാത്രമേ പറയുള്ളൂ. അതാണ് പ്രശ്നം.